ഇതാണ് നമ്മുടെ കട്ടപ്പന ബസ് സ്റ്റാൻഡ് കേട്ടോ. ഈ അപ്പുറത്തെ സൈഡിൽ കമ്പം ബസ്സൊക്കെ ഉണ്ടേ. നമ്മളിന്ന് കമ്പം വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കമ്പം ബസ് സാധാരണ ഈ സൈഡിലാണ് കിടക്കാറ്, പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കാം. കട്ടപ്പന സ്റ്റാൻഡിൽ കുമിളിക്കുള്ള ബസ്സൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നെടുങ്കണ്ടം. അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് കേരളത്തിൻ്റെ ഒരു ബസ് കമ്പത്തേക്ക് കയറി വന്നു കേട്ടോ. തമിഴ്നാടിൻ്റെ ബസ് അവിടെ കിടക്കാം. നമ്മുടെ ബസ് നല്ല പുറത്തേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് പോകുന്ന വഴിയുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാതെ കട്ടപ്പന ടൗണിൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അത് കഴിഞ്ഞുള്ള കുറേ അധികം കാഴ്ചകൾ കാണാനുണ്ട് പോകുന്ന വഴി. ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് ചുറ്റും കറങ്ങിയാണ് പോകുന്നത്. കട്ടപ്പന സ്റ്റാൻഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു വലിയ ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ബസ്സുകളൊക്കെ കൊള്ളുന്ന ഒരു സ്റ്റാൻഡാണ്. അവിടെ നിന്ന് നമ്മൾ നല്ല പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അതായത് മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു 360 വ്യൂവിലൊക്കെ ഡ്രോൺ ഷോട്ടിലെ പോലെ നമുക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാതെ കുന്തളമ്പാറ റോട്ടിൽ കൂടെയാണ് ഇപ്പം ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ പോയി ഇറങ്ങുവേ. മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങിയ ഇപ്പം ബസ് മാർക്കറ്റ് ജംഗ്ഷനിലെത്തിയേ. ഇവിടുന്ന് താഴോട്ട് ഉള്ള വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി നേരെ പുളിയമല ചെല്ലും. അവിടുന്നാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ കട്ടപ്പന ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഇവിടുന്ന് കുറച്ച് താഴെ ചെല്ലുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് മെയിനായിട്ട് ഇറങ്ങുന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡിലേക്ക് നേരെ പോകുന്ന വഴി. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ജംഗ്ഷൻ പാറക്കടവാണ്. ഇവിടെ ഇപ്പം കുറേ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തുണിക്കടകൾ, അതുപോലെ സ്വർണ്ണക്കടക, ഗായത്രി ഡിസൈൻസ്, മലബാർ ഗോൾഡ്, സീമാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ തുണിക്കട. ഈ ഭാഗമൊക്കെ ഇപ്പം നല്ല വികസനമായി കേട്ടോ. അത് കാരണം ഇതിൻ്റെ ഇങ്ങേ സൈഡിൽ പവിത്ര ഗോൾഡിൻ്റെ ഒരു സ്വർണ്ണക്കടയുണ്ട്. അത് കട്ടപ്പനക്കാരുടെയാണ്. അതാണ് മലബാർ ഗോൾഡ്. അതിൻ്റെ തൊട്ടടുത്ത് സീമാസ്. ബസ്സിൽ പറയത്തക്ക തിരക്കൊന്നുമില്ല, കുറച്ച് സീറ്റിംഗ് ആളൊക്കെ ഉള്ളേ. ഇപ്പം നമ്മൾ പാറക്കടവ് എത്തിയേ. പാറക്കടവിൽ അപ്പുറത്തെ സൈഡിലൊരു പള്ളിയുണ്ട്. അത് നമുക്കിപ്പോൾ കാണാൻ വരാം. കുന്തളമ്പാറ മലനിരകളാണ് കാണുന്നത്. ഇനി പാറക്കടവ് താഴത്തെ ജംഗ്ഷനൊക്കെ ഉണ്ട്, നമ്മൾ ചെല്ലുമ്പോൾ കാണാം. ഇവിടെയൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ റോഡിന് വീതി കുറവാട്ടോ. ഈ റോഡൊക്കെ വീതി കൂട്ടി പണിയാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ചുരമൊക്കെ കയറി ഇങ്ങനെ കുറേ വളവുകളൊക്കെ കയറി പുളിയമലക്ക് പോകുന്ന വഴിക്ക് ഒരു 5 വളവുണ്ട്. ആ 5 വളവ് കയറി വേണം പുളിയമല ചെല്ലാൻ. പോകുമ്പോൾ നമുക്ക് ആ വളവുകളൊക്കെ കാണാം. പിന്നെ ഇഷ്ടംപോലെ ഈ കൃഷിയിടങ്ങളൊക്കെയാണ് കൂടുതലും. ഹൈറേഞ്ചിൻ്റെ തനതായ കൃഷി രീതിയായ ഏലമാണ് മെയിനായിട്ടുള്ള കൃഷിയൊക്കെ. അതൊക്കെ ഒരുപാട് നമ്മൾ പോകുന്ന വഴി കാണാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റോഡിന് വീതി എത്ര പോരാന്ന്. കണ്ടോ, ഇപ്പം നമ്മൾ 2 വളവ് കയറി കേട്ടോ. ഇതിനിടയ്ക്ക് പോലീസ് വളം എന്ന് പറഞ്ഞൊരു വളവൊക്കെ ഉണ്ടേ. അതെന്താണ് പോലീസ് വളമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ പോലീസുകാർ ഇവിടെ ചെക്കിങ്ങിന് കടന്നുകൊണ്ടിരുന്ന ഒരു വഴി ഒരു വളവായിരിക്കും. അതുകൊണ്ടായിരിക്കും പോലീസ് വളമെന്ന് പേരിട്ടത്. സ്ഥിരമായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ആ ഒരു വളവിൽ പോലീസുകാർ എപ്പോഴും ചെക്കിങ്ങിനൊക്കെ കിടക്കുന്നത്. അത് ഞള്ളാനിക്കാരുടെ വീടാണ്. ഏലത്തിന് മറ്റൊരു കണ്ടുപിടുത്തം നടത്തിയ ആൾക്കാരാണ് ഞള്ളാനി എന്ന് പറയുന്നത്. അവർ ഞള്ളാനി രജിസ്ട്രാറാണ് ഏലത്തിൽ ഭയങ്കര കണ്ടുപിടുത്തമൊക്കെ നടത്തിയ ആൾ. പുള്ളിക്ക് ഒത്തിരി അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ അടുത്ത വളവിലേക്ക് വീണ്ടും ഇങ്ങനെ 5 വളവ് കയറി കഴിയുമ്പോൾ നമുക്ക് പുളിയമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇത് ഏകദേശം ലാസ്റ്റത്തെ വളവാണ് കേട്ടോ. ഈ കുന്തളമ്പാറ ആ ഭാഗത്ത് ഒരുപാട് പാറക്കെട്ടുകളാണ്. പണ്ടൊക്കെ പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം അധികം അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല. അവിടെ ക്രഷർ യൂണിറ്റ് ഒക്കെ ഉണ്ട്. കല്ലുകൊണ്ടൊന്ന് പൊടിക്കുന്നൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ.
അപ്പോൾ പുളിയമലയ്ക്ക് തൊട്ട് അടുത്തായിട്ടുള്ളൊരു സ്റ്റോപ്പാണ് ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ടോപ്പിലുള്ള ഒരു ഇതാണ്. ഇനി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു പള്ളിയൊക്കെ കാണാം. വൈറ്റ് സൈഡിൽ ഒരു മാതാവിൻ്റെ കപ്പേള. ഇവിടെ എന്തോ ഒരു ചെറിയ ബ്ലോക്ക്. നമ്മുടെ ജയ്മാതാ ബസ് നെടുങ്കണ്ടത്തുനിന്ന് വരുന്നുണ്ട്, കോട്ടമലയ്ക്ക് പോകാൻ വരുന്നതാണ്. ആ വഴിക്ക് നമ്മൾ 1-2 പ്രാവശ്യം പോയി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുരിശുപള്ളിയൊക്കെ മനോഹരമായ രീതിയിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതിലെ പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിർത്തി ഇറങ്ങി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഈ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുളിയമല എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ വഴി തിരിഞ്ഞു പോകുന്നത്. ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി ആൾക്കാർ വഴി സൈഡിൽ കൂടെ ഇങ്ങനെ വീട് കെട്ടി താമസിക്കുന്നുണ്ട്. അവരൊക്കെ കൂടുതൽ ആൾക്കാരും ഈ പഞ്ചായത്തിലെ ഓരോരോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ പുളിയമലയ്ക്ക് ഇപ്പുറത്തുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയേ. ഇവിടെ പുളിയമലയിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളി പക്ഷേ നമുക്ക് ഇവിടുന്ന് അങ്ങനെ കാണത്തില്ല. പക്ഷേ ഈ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് മനോഹരമായ വീടുകളുണ്ട് കേട്ടോ. ഒത്തിരി ഭംഗിയാണ് അത് കാണാൻ. ഇപ്പം നമ്മൾ പുളിയമല സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുളിയമലയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. പുളിയമല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ പട്ടണമാണ്. ഇവിടത്തെയും ആൾക്കാർ ഏറ്റവും കൂടുതലും തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരാണുള്ളത്. ഒരു 60-70% തമിഴ്നാട്ടുകാരാണ്. കാരണം അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് തോട്ടം തൊഴിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ഇടത്തോട്ടുള്ള വഴിക്ക് പോകും. വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ കുമിളിക്കാണേ. നമ്മൾ ഈ പോകുന്ന വഴിക്കും ഒരുപാട് മനോഹരമായ വീടുകളൊക്കെ കാണാൻ സാധിക്കും. ഇവരെല്ലാം ആദ്യകാലത്ത് ഇവിടെ വന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. പിന്നെ തോട്ടമൊക്കെ ഉണ്ടാക്കി ഏലത്തിൻ്റെ കൃഷിയൊക്കെ ആയിട്ട്, ഏലമുണ്ട്, കാപ്പി, കുടി, അങ്ങനെ പലതരം കൃഷികളുണ്ട് ഇവിടെ. അതിൽ കൂടെയൊക്കെ ജീവിതങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല ഏലത്തോട്ടമൊക്കെ കാണാവേ. ശരിക്കും പറഞ്ഞാൽ ഹൈറേഞ്ചിൻ്റെ ഒരു മുഖമുദ്രയാണ് ഇപ്പോൾ ഏലം. ഏലമല്ലാതെ മറ്റൊരു കൃഷിയും വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. കൊടിയും കാപ്പിയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഒരുപാട് സ്ഥലമൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും ഏലകൃഷി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം 18 മാസം വെച്ചിട്ട് 18 മാസം കഴിഞ്ഞാൽ ഈ ചെടിയിൽ നിന്നൊക്കെ കായ് കിട്ടാൻ തുടങ്ങും. പിന്നെ ഒരു സ്ഥലം പാട്ടം എടുക്കുന്നവരാണെങ്കിലും 9 വർഷത്തേക്കൊക്കെയാണ് എടുക്കുന്നത്. ആദ്യത്തെ ഒരു 1.5 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് കായ് ലഭിക്കാൻ തുടങ്ങും. അപ്പോൾ അത്രയും വേഗത്തിൽ വരുമാനം കിട്ടുന്ന ഒരു വേറെ ഇടകൃഷിയില്ല. നമ്മൾ ഒരു കുരുമുളക് ചെടി കുഴിച്ചിട്ടാലും 3 കൊല്ലം കഴിയാതെ അതിൽ നിന്ന് കായ് കിട്ടുകയില്ല. ഇടകൃഷിയായിട്ടുള്ള വാഴയാണെങ്കിൽ പോലും 1 വർഷം വേണം കിട്ടണമെങ്കിൽ. ബസ്സിൽ കുറച്ച് ആൾക്കാരൊക്കെ പുളിയമലയിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഈ റൂട്ടിൽ ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ KSRTC തന്നെ ഒരു ദിവസം 3-4 ട്രിപ്പ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ട്. അപ്പം ഈ റൂട്ടിൽ എപ്പോഴും തന്നെ ബസ്സുണ്ട്. ഈ ഒരു റൂട്ടിൽ മാത്രമല്ല, കുമിളി റൂട്ടിലുണ്ട്. അതുപോലെ ഈ ആമയാർ കേറ്റുകുഴി ആ റൂട്ടിൽ ബസ് ഓടുന്നുണ്ട്. അതിലെ തമിഴ്നാടിൻ്റെ ബസ്സാണ് കൂടുതലും. നമ്മുടെ കേരളത്തിൻ്റെ ബസ് കൂടുതൽ ഈ വഴിക്കാം. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ജംഗ്ഷൻ എന്ന് പറയുന്നത് കന്യാർതുളു ആണേ. കന്യാർതുളു ഒരു ചെറിയ ഒരു ഇടപ്പട്ടണമാണ്. ഈ കന്യാർതുളു ടൗണിൻ്റെ നടുക്ക് തന്നെ ഒരു ആൽമരവും ഒരു അയ്യപ്പൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട്. കന്യാർതുളുവിൽ അങ്ങേ അറ്റത്തൊരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉള്ളതാണ്. ഇവിടെ ബാക്കിലെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ. ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കന്യാർതുളു സിറ്റിയുടെ ഒരു കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം. ഞാനൊരു സൈഡ് സീറ്റിലിരിക്കുന്നത് ബാക്കിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട്
കാഴ്ചകൾ, ഒരു വൺ സൈഡ് കാഴ്ചകൾ മാത്രമേ കൂടുതൽ കിട്ടുന്നുള്ളേ. എന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇനി അടുത്ത മെയിൻ ജംഗ്ഷൻ വരുന്നത് കമ്പംമെട്ടാണ്. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ജംഗ്ഷനുകളൂടെ ഉണ്ട് കേട്ടോ. അതും നമുക്ക് പോകുന്ന വഴി കാണാം. ഇതാണ് ഹൈറേഞ്ചിലെ ഏലത്തോട്ടം. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ തമിഴ്നാട്ടുകാരായ ആൾക്കാർക്കും ഇവിടങ്ങളിലെല്ലാം തോട്ടമുണ്ട്, ഏലത്തോട്ടം. ഇവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ കാണാം. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. എന്നെ അത് താഴെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം കാണാം. ഇവിടുന്ന് വീണ്ടും നമുക്ക് മുകളിലേക്ക് കയറ്റം കയറി വേണം പോകാനേ. പോകുന്ന വഴി ഏലത്തോട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായ കാഴ്ച നോക്കി. നല്ല പച്ച വിരിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളല്ലേ. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്ത കാരണം അത്യാവശ്യം കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിരപ്പേൽക്കട എന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. നിരപ്പേൽക്കട ഒരു ജംഗ്ഷനാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിയുന്നുണ്ട്. ആ വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് കുഴിത്തുള്ളി, ചേറ്റുകുഴി ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. പോത്തുംകണ്ടം അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ ആ വഴിക്കുണ്ട്. നമ്മൾ നേരെ താഴോട്ടുള്ള മെയിൻ റോഡിൽ തന്നെ പോവുകയാണ്. എന്തായാലും ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴുത്തളു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. കുഴുത്തളു ഒരു ജംഗ്ഷനാണ്. ഇതാണ് കുഴുത്തളുവിലെ കാഴ്ചകൾ. കുഴുത്തളുവിൻ്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുഴുത്തളു സിറ്റി നമുക്ക് ബസ്സിൻ്റെ ബാക്ക് ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. അല്ലാതെ കാണാൻ മാർഗമില്ല കേട്ടോ. കുഴുത്തളു മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട്. ഇനി കുഴുത്തളു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെല്ലുന്നത് ഇവിടുന്ന് നമുക്ക് രാമക്കൽമേടൊക്കെ തിരിയാവുന്ന ഒരു ജംഗ്ഷനാണ്. അത് ഒരു പാറക്കടവെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് താഴ്ചയിലും മറ്റൊരു ചെറിയ ജംഗ്ഷൻ കൂടെ വരാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ പേര് ഞാൻ മറന്നുപോയി, നോർത്തെടുക്കണം. ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. കണ്ടക്ടറും ഡ്രൈവറും പേരും നാളും നമ്മൾ ചോദിച്ചില്ല കേട്ടോ. നമ്മൾ കയറി വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ കുറച്ച് തെങ്ങ് കൃഷിയും മറ്റു കടകൃഷികളും ഒക്കെ കാണുന്നുണ്ട്. കാപ്പി കൊടി ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളിൽ ഉള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ വന്നപ്പോൾ നമ്മളിതാ മറ്റൊരു ജംഗ്ഷനും കൂടി എത്തി. പാറക്കട ആണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് കേട്ടോ. അവിടുന്ന് ആ പുറകോട്ട് വലത്തോട്ട് എടുക്കുന്ന വഴിയുണ്ടല്ലോ, അതിലേ പോയാൽ നമുക്ക് കൂട്ടാറ് രാമക്കൽമേട് ഭാഗത്തേക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉള്ളവരുടെയൊക്കെ ഒരു ഇതാണ്. ഇവരൊക്കെ ഒരു 50, 60, 70 വർഷമായിട്ട് പല സ്ഥലങ്ങളിൽ വന്ന് കുടിയേറി പാർത്ത് സ്ഥലങ്ങളൊക്കെ മേടിച്ചും വെട്ടിപ്പിടിച്ചും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി കർഷകരാണ് കേട്ടോ. ഇടുക്കിയിലെ ഈ കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇവിടെ നിന്നും അധികം ആൾക്കാരൊന്നും അങ്ങനെ വിദേശത്തായിട്ടൊന്നും പോയിട്ടില്ല. എന്നാലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും താരതമ്യേന നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് കുറഞ്ഞ ആൾക്കാരെ വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോയിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ സ്ഥലത്തു നിന്നും പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം കമ്പംമെട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യാനുള്ളത്. കുറച്ച് ദൂരമുള്ളൂ. ഇനിയിപ്പം നമ്മൾ കേരളത്തിൽ കൂടെ പോകുന്നുള്ളൂ. കമ്പംമെട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. അത്യാവശ്യം നല്ല നല്ല വീടുകളൊക്കെ വഴിക്ക് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയൊരു സിറ്റി ആണെങ്കിലും വളരെ ഭംഗിയുള്ളൊരു സിറ്റിയാണ്. ഇവിടെയും ജംഗ്ഷൻ വരുന്നുണ്ട്. ഇവിടുന്ന് പല വഴി തിരിയുന്നുണ്ട്. ഇപ്പം ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞാൽ പോകാവുന്ന കുമളി ഭാഗത്തേക്കും അതുപോലെ പുറ്റഴി, അണക്കര അങ്ങനെയുള്ള പല സ്ഥലത്തേക്കും പോകാട്ടോ. ഇനി
ഇപ്പൊ നമ്മൾ ബസ്സിന്റെ ബാക്കി ക്ലാസ്സിൽ കൂടെ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. എല്ലാം പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ. അതൊരു വെറൈറ്റി കാഴ്ച ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. അങ്ങനെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമ്പംമെട്ടിലെ ചെക്ക് പോസ്റ്റ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, എക്സൈസ് ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. തമിഴ്നാടിൻ്റെ കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട്. അതൊക്കെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റുകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം താഴോട്ട് ഇറങ്ങുവാണ്. പിൻപുറക്കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തതാണ്. അത് മാത്രമല്ല, ഞാനൊരു സൈഡിലല്ല ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫുൾ കാഴ്ച കിട്ടണമെങ്കിൽ ബാക്ക് ഗ്ലാസ്സിൽ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഈ വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു 18 വളവുണ്ട് കേട്ടോ. ഈ 18 വളവിനും ഓരോ പൂക്കളുടെ പേരാണ് പറയുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് എന്താണെന്ന് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. പിന്നെ എപ്പോഴേലും മനസ്സിലാവുകയാണെങ്കിൽ പറഞ്ഞു തരാവേ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവിടുത്തെ റോഡ് മൊത്തം തകർന്നു കിടക്കുക, പൊളിഞ്ഞു കിടക്കുക. ഇനി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ റോഡ് ഇച്ചിരി നല്ലതായിരിക്കും. ഇത് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇങ്ങനെയാണ് വഴി കണ്ടത് നമ്മൾ. തമിഴ്നാട്ടിലെ ഈ ഫോറസ്റ്റ് മേഖലയെല്ലാം നല്ല രീതിയിൽ ഉണക്കൊക്കെ ഏറ്റിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വെയിൽ ഭയങ്കര പ്രശ്നമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഈ വഴിക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒത്തിരി റോബറി പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു വഴിയായിരുന്നു ഇതെന്നൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഈ വഴിക്ക് രാത്രി പകലും ഒരുപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. യാത്രാ വാഹനങ്ങൾ അല്ലെങ്കിലും ഈ തമിഴ്നാട്ടിൽ നിന്നും ടാറിങ് മെറ്റീരിയൽ കൊണ്ടുവരുന്ന ടിപ്പർ, ടോറസ് ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടേ. ഒരുപാട് ഇല്ലിക്കാടുകളാണ് ഈ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ. തമിഴ്നാടിൻ്റെ ഒരു പച്ചപ്പെന്നൊക്കെ പറഞ്ഞാൽ അധികം മാത്രം ഇവിടെ കാണാൻ നമുക്കില്ല. കാരണം വെയിൽ അത്ര ശക്തമായിട്ട് വന്നിട്ട് എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുവാണ്. ഈ ഇല്ലിത്തുറുകൾ അടുത്തടുത്ത് നിൽക്കുന്നതാണ് ഒരുപാട് ഭംഗി. കണ്ടോ, അതിനിടെ കൂടെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ പൂട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ടൂർ പോകുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ പുറകിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിനിയും കുറെ കൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. 18 വളവെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, തമിഴ്നാടിൻ്റെ ഒരു പുതിയ പരിപാടി ഉണ്ടോ, ഈ സൈഡിൽ വയ്ക്കുന്ന ഡിവൈഡർ ഉണ്ടോ, ഒരു വീലാതെ അതേ തട്ടിക്കഴിഞ്ഞാൽ വണ്ടി കറങ്ങി റോട്ടിലോട്ട് തന്നെ വരും, താഴോട്ട് പോകാതെ. ഇതൊക്കെ തമിഴ്നാട്ടിലെ പരീക്ഷണാർത്ഥം ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലൊരിടത്തും കാണുന്നില്ല. നമ്മുടെ പുറകെ വന്ന ബസ് നമ്മുടെ പുറകെ കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ടോ, എന്താ ഒരു ഭംഗി നോക്കി അതിൻ്റെ ഒരു കാഴ്ചകൾ. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡിവൈഡറുകളൊക്കെ ഈ വഴി സൈഡിൽ ഒരുപാട് അവർ വെച്ചിട്ടുണ്ടേ. അത് നല്ലൊരു സംവിധാനമാണ് കേട്ടോ, വാഹനങ്ങളെ കുഴിയിലോട്ടൊക്കെ പോകാതിരിക്കാൻ. ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ പരീക്ഷണാർത്ഥത്തിൽ അവർ ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിലാണ് പുതിയ ഓരോ സംരംഭങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരീക്ഷിച്ചും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം അത് കേരളത്തിലേക്കും ആയി വരും കുറെ കഴിയുമ്പോൾ. ഇനിയും കുറച്ച് ദൂരം കൂടെ, ശരിക്കും പറഞ്ഞാൽ കമ്പംമെട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ, 10-11 കിലോമീറ്ററേ ഉള്ളൂ കമ്പത്തേക്ക്. പക്ഷെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഈ വളവും തിരിവും കാരണം നമ്മൾ ഇരുന്ന് ബോറടിക്കും. കാരണം എത്ര ഓടിയാലും വഴി തീരാത്ത പോലെയൊക്കെ തോന്നുന്നു. അതിനുവേണ്ടി ഈ ചെറിയ സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് വരുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഈ ഓരോരോ വ്യൂ പോയിന്റുകൾ ഇവിടെ വരുന്നുണ്ട്. അവിടുന്ന് തമിഴ്നാടിൻ്റെ ആ ഒരു മനോഹര കാഴ്ചകളൊക്കെ ഇതുകൊണ്ടോ അവിടെ നിന്നൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഈ KSRTC പോകുന്നതുകൊണ്ട് അവരങ്ങനെ നിർത്തി തരത്തൊന്നുമില്ല. കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല നിരന്ന റോഡെ പോകാം കേട്ടോ. ഈ 18 വളവുകൾ കഴിഞ്ഞാൽ 18 രാജാക്കന്മാരുടെ പേരാണെന്നും പറയുന്നുണ്ട്, 18 പൂക്കളുടെ പേരാണെന്നും പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്നറിയില്ല.
ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ആ ഒരു നിരന്ന റോഡിലേക്ക് എത്തിയേ. തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡുകളാണ്. ഇടുക്കി ജില്ലയിൽ കുഴപ്പമില്ല. നമ്മൾ നെടുങ്കണ്ടം റൂട്ട്, മണിയാശാന മണ്ഡലം ആ മേഖലയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തകർപ്പൻ റോഡുകളാണ്. ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കിടക്കുമല്ലേ, ഇവിടങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യാപാരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഫാക്ടറി പോലുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഫാക്ടറി മാത്രമല്ല, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ ഉള്ളിലോട്ട് നേരെ മധുരയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് പോകുമ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അങ്ങനെ കാണാം. തുണിമില്ല്, സ്കൂള്, കോളേജ്, അങ്ങനെ കുറേ ഇതുണ്ട്. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളെല്ലാം ഇങ്ങനെ കിളച്ചിട്ടിരിക്കുക. ഇപ്പം മഴയൊക്കെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അതിന് ചിലയിടങ്ങളിലൊക്കെ അവർ നനയ്ക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മെയിൻ സംഭവമാണ് ഈ പുളിമരങ്ങളൊക്കെ. തമിഴ്നാട്ടിൽ പൊതുവെ വേറെ തണലൊന്നും ഇല്ലല്ലോ. നമുക്ക് ചില സ്ഥലങ്ങളിൽ അതിഭയങ്കരമായ വലിയ വലിയ പുളിമരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ചില ഭാഗത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ വീടുകളൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് ഒത്തിരി വീടുകൾ ഒന്നിച്ച് കൂടിയായിരിക്കുമേ. ഇവരുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ വേറൊരു മേഖലയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് നമ്മളെപ്പോലെ ഒരു വീടും വെച്ച് അതിൻ്റെ ചുറ്റുപാടും കുറച്ച് കൃഷികളും അങ്ങനെയുള്ള ഒരു സംഭവം അല്ല ഇവിടെ. ഇവർ താമസിക്കുമ്പോൾ എല്ലാവരും കൂടെ അടുത്തടുത്ത് ആയിരിക്കും താമസിക്കുന്നത്. ഇതുണ്ടോ, ഇതൊരു പ്രത്യേകതരം കാട് പോലത്തെ സാധനം. ഈ തമിഴ്നാട്ടിൽ പണ്ട് തണലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്ത കാര്യമാണ് ഇതുപോലുള്ള കുറേ മുള്ളു പോലുള്ള ഈ മരങ്ങൾ ഇതിനകത്ത് മുഴുവൻ വെച്ച് പിടിപ്പിച്ചു. വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പച്ചപ്പ് കിട്ടാനും തണൽ കിട്ടാനും വേണ്ടി. ഇപ്പൊ ഇത് കുറേ ഭാഗത്ത് അതിഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് ആ ചെടിയെ. ഇപ്പോൾ തമിഴ്നാട്ടിലെ കൃഷി ഇടങ്ങളിലെ കുറച്ച് കാഴ്ചകൾ, നല്ല തെങ്ങ് കൃഷിയൊക്കെ കണ്ടോ. നമ്മുടെ കേരളത്തിൽ പോലും ഇതുപോലെ തെങ്ങൊന്നും വളരുകയല്ലോ കേട്ടോ. പക്ഷെ ടേസ്റ്റ് നമ്മുടെ കേരളത്തിലെ തേങ്ങയ്ക്കാണേ. നല്ല എണ്ണമയവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടുത്തെ മണ്ണിന്റെ വ്യത്യാസമാണ്. ഇവിടെയും എന്തോ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇതൊക്കെ തുടങ്ങാൻ എളുപ്പമാണ് തമിഴ്നാട്ടിൽ. പക്ഷെ അവരുടെ പെർമിഷനൊക്കെ വേണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. എന്തുമാത്രം പുളിമരമാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. ഈ വാളംപുളി മരമാണ് കൂടുതലും. ഇപ്പം നമ്മൾ കമ്പത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ വീടുകൾ പണിയുന്നുണ്ട്. ചുടുകട്ട കൊണ്ടാണ് വീടുകൾ പണിയുന്നത്. നമ്മുടെ കേരളത്തിൽ കൂടുതലും പണിയുന്ന വീടുകൾ കോൺക്രീറ്റ് കട്ട കൊണ്ടാണ്. ഇവരിവിടെ ഈ ചുടുകട്ടയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതൊരു അമ്പലമാണ്. ഇവരുടെ അമ്പലങ്ങൾ കാണാനും ഒത്തിരി മനോഹരമാണ്. ഒത്തിരി കളറൊക്കെ അടിച്ചിട്ട്. അപ്പോൾ കമ്പം ടൗണിൻ്റെ ഒരു കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി വരികയാണ്. കമ്പത്ത് ഇപ്പം നമ്മൾ വിചാരിക്കാറില്ല, കമ്പം നല്ലൊരു ടൗണാണ്, ഭയങ്കര ഒരു ടൗണാണ്. കമ്പം നഗരസഭയാണ്. നഗരസഭ മുനിസിപ്പാലിറ്റിയോ മറ്റെയാണ്. അതുപോലെ തന്നെ ഇതിനടുത്തുള്ള ഒരു ടൗണാണ് ഈ ഗൂഡല്ലൂർ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പറയുമായിരുന്നു. ഗൂഡല്ലൂരൊക്കെ പെട്ടെന്ന് കയറി വന്നൊരു ടൗണാണ്. പണ്ടൊക്കെ നമ്മൾ അതിലെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു ടൗണൊക്കെ ആയിരുന്നു. ദേശീയപാതയൊക്കെ അതിനെ കടന്നു വരുന്നത് കൊണ്ട് ആ ഒരു ടൗണിനൊക്കെ നല്ല വികസനം വന്നിട്ടുണ്ട്. കമ്പം ടൗണിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ പോകാം. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ ഇവിടെ ഒരു കോൺക്രീറ്റ് കട്ട കൊണ്ട് പണിയുന്നൊരു കെട്ടിടം കണ്ടു കേട്ടോ. ചില ഭാഗത്തൊക്കെ ഉണ്ടത്. ഇത് വീടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ വീടുകൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ഇവരിങ്ങനെ ഇത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വീടുകളെല്ലാം ഇങ്ങനെ മുട്ടിയ വീടുകൾ. അല്ല, അവരൊത്തിരി ദൂരെ പോയി താമസിക്കത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത, നമ്മൾ തമിഴ്നാട്ടിലെ ഏത് ടൗൺ എടുത്ത് നോക്കിയാലും ഒരുപോലെ ഇരിക്കും. അത് വായിക്കാൻ അറിയെങ്കിൽ വായിക്കുമ്പോൾ മാത്രമേ സ്ഥലത്തിന്റെ പേര് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ല, കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നിരന്ന സ്ഥലവും ഒരേ രീതിയിലുള്ള വീടുകളും കെട്ടിടങ്ങളും. കമ്പം മെയിൻ ടൗണിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. പോക്കറ്റ് റോഡിൽ നിന്ന് കമ്പംമെട്ട് റോട്ടിൽ നിന്ന് നമ്മൾ കുമളിയിൽ നിന്ന് വരുന്ന ആ ഒരു റോഡിലേക്ക് നമ്മൾ
പ്രവേശിക്കുകയാണ് ഇപ്പം. ഇവിടെ നിന്നും നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ പോവേ, കമ്പത്തെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബസ് നമ്മൾ ഇങ്ങോട്ട് മാറി തിരിയുവാണ്. അത് മെയിൻ റോഡ്. ഇതാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഇതിലെ കുറച്ച് ചുറ്റി കറങ്ങി വേണം പോകാനായിട്ട്. തമിഴ്നാടിൻ്റെ ഈ ഒരു പച്ച ബസ് കണ്ടോ, ഇത് ഇവിടുന്ന് ഇവരുടെ ഈ പ്രദേശത്തോട്ടൊക്കെ ഉള്ളേരിയയിലോട്ട് പോകുന്ന ഒരു ബസ്സാണ്. ടൗണിൽ നിന്നും ആളെടുത്ത് ഉൾപ്രദേശത്തേക്ക് അങ്ങനെ ഒരു യാത്ര നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണം. ഞാനൊരിക്കൽ തേനി ചെന്നപ്പം അങ്ങനെ ഒരു ഐഡിയ തോന്നിയതായിരുന്നു. പക്ഷെ അന്ന് സമയക്കുറവുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇവരുടെ ഉൾപ്രദേശത്തോട് പോവുകയാണെങ്കിൽ ഒരുപാട് മനോഹരമായ കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കമ്പം ബസ് സ്റ്റാൻഡിന്റെ ഈ ഒരു ഭാഗത്തെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പുതിയ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോഡ് ഭയങ്കര ചാട്ടമാണ് വണ്ടിയെ. കണ്ടോ, വണ്ടി ചാടുന്നുണ്ടോ? ചാടി പോകുന്നു. ഇവിടെ ഈ മണ്ണിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. അതേ കൂടെ ടയർ കയറി ഇറങ്ങുമ്പം നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏകദേശം നമ്മൾ കമ്പം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയേ. കമ്പം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. എന്തുമാത്രം വണ്ടി കിടക്കാൻ, നമ്മുടെ ഒരു KSRTC അവിടെ കിടപ്പുണ്ട്. ഈ തമിഴ്നാട്ടിൽ പുതിയ ബസ്സാണ്, ഈ മഞ്ഞ പെയിന്റ് അടിച്ച്, അതുപോലെ നീല വരുന്നുണ്ട്. പഴയ മോഡൽ വണ്ടിയാണ് ഈ കിടക്കുന്നത്, അതൊക്കെ ടൗൺ സർവീസ്. ഇത് അത് കഴിഞ്ഞ് ഇറങ്ങിയൊരു ബസ് മോഡല്. ഈ ഇരിക്കുന്നത് കണ്ടോ, മഞ്ഞ വണ്ടി, ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കൂടുതലായിട്ട് തമിഴ്നാട്ടിലുള്ളത്. നമ്മൾ വന്ന വണ്ടി ഇതാണ്. ഇത് നമ്മൾ ഇറങ്ങി ഇനിയിപ്പം നമുക്ക് ഈ ടൗണിൻ്റെ കുറച്ച്, ടൗണല്ല ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടേക്കാമേ. ഇതാ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്, പ്രൈവറ്റ് ബസ്സാണ് ആ കിടക്കുന്നതൊക്കെ. നമ്മളങ്ങനെ കമ്പത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. ഇന്നിപ്പോൾ ടൗണിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പോയൊക്കെ നോക്കാവേ. വന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടിഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് വീട്ടിലെ അങ്ങ് മുന്നോട്ട് പോകാവേ. ഇനി നമുക്ക് ഈ റോഡെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ കമ്പം ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നേ വന്നപ്പോൾ ഇതവിടെ ഒരു മായ ഹോട്ടൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ഒന്നും കയറിയില്ല. ഇന്നിങ്ങനെ വന്നു കഴിയുമ്പം അവിടെ ഒരു അമ്പലം കാണാവേ. അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, പോകുന്ന വഴി കാണുന്ന കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ജംഗ്ഷനാണ്. അപ്പുറത്തെ ടൗണിലേക്ക് പോവാം, ഇതിലേയും ടൗണിലേക്ക് പോവാം. ഇതാണ് കമ്പത്തെ മീനാക്ഷി അമ്മൻ കോവിലാണ്. ഇവിടെ ഉത്സവം മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കുറേ കച്ചവടക്കാരെയൊക്കെ നമുക്ക് ഈ വഴി സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അമ്പലം. റോഡിൻ്റെ ഇപ്പുറത്ത് ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. ഈ ഒരു മേഖലയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡെവലപ്പ് ആയെന്ന് വെച്ചാൽ നേരത്തെ പണ്ടൊക്കെ നമുക്ക് ഇതിലിങ്ങനെ വരത്തില്ലായിരുന്നു. ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ പൂമാലകളൊക്കെ. അതുകൊണ്ട് അവിടെ കുറച്ച് കച്ചവടക്കാരിപ്പുണ്ട്. ഇവിടെയും പൂക്കൾ വിൽക്കുന്നുണ്ട്. ഇത് മധുരയിലൊക്കെ പോയാലാണ് പൂക്കളുടെ കച്ചവടം ഭയങ്കര രസം കാണാൻ. ഒരു ദിവസം അത് കാണാൻ വേണ്ടി ഒന്ന് പോകണം. ഇവിടെ ഒരു പലഹാരക്കട കേട്ടോ. പലഹാരമുണ്ട്, പഴങ്ങളും ഉണ്ട്, ചായയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഭംഗിയുള്ള ആ ഒരു കാഴ്ച. എന്തെല്ലാം സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്, കാന്താരി മുളക് വരെയുണ്ട്. കാന്താരി മുളക്, ചുണ്ടങ്ങ, അങ്ങനെ ഇത് എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയില്ല. ഇവിടെ ഒരു കടയുണ്ട്. ഈ അണ്ണൻ എന്നോട് പറഞ്ഞേ വീഡിയോ എടുക്കുന്നതിന് പുള്ളിക്ക് 200 രൂപ കൊടുക്കുന്നു. അതാ പുള്ളി കാണിച്ചു തന്നെ. ചുമ്മാ തമാശ പറഞ്ഞാ. ഇനി നമുക്ക് ടൗണിൻ്റെ കാഴ്ചകൾ ഇതാണ്. ഇവിടെയും കുറേ വ്യാപാരം, ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറേ വ്യാപാരങ്ങളാണ് അതൊക്കെ കൂടുതലും. ടൗണിൻ്റെ കാഴ്ചകൾ ഇതാണ്. നമ്മൾ ടൗണിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു കാഴ്ചകളൊന്നും കാണുന്നില്ല. നമ്മളെ ആനവിലാസം പോകുന്നൊരു വണ്ടി കിടക്കുന്നുണ്ടോ, KSRTC. നമ്മൾ ഈ ബസ്സിന് പോകുന്നില്ല, അടുത്ത് ഇനിയൊരു ബസ്സിനെ കയറി പോകുന്നുള്ളേ. കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലേ. ഏതായാലും ഇവിടം വരെ വന്നല്ലേ. ഞാനും ഒത്തിരി ആഗ്രഹിക്കുന്നു ബസ്സിൽ വന്നിട്ടൊരു വ്ളോഗ് ഇങ്ങനെ ചെയ്യണമെന്ന്. അതേതായാലും ഇന്ന് അതിനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഈ കമ്പം ടൗണിൻ്റെ ഒറ്റ സെൻറ്ററിലെ ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഒരു ആൽമരമുണ്ട്, പിന്നെ കുറേ പൂക്കച്ചവടക്കാരും പിന്നെ ഒരുപാട് വ്യാപാരങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ നമുക്ക് കാണാം. അതിന് മുമ്പ് ഈ ഇതുണ്ട്, ഇവിടെ
നമ്മുടെ KSRTC അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നൊരു വരവുണ്ടോ. എന്തായാലും നമ്മുടെ ബസ്സിന് ഒരു പ്രത്യേക തലയെടുപ്പാണ്. ഇതാണ് ബോഡി ഹോട്ടൽ. ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ മെയിനാണ് ഈ പൂമാലയും ഫ്രൂട്ട്സും പച്ചക്കറിയും. അത് കഴിഞ്ഞ് അവർക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. പേരക്ക കച്ചവടം, അങ്ങനെ എന്തൊക്കെ. നമുക്കിനി അപ്പുറത്തോട്ടൊന്ന് പോകണം. അപ്പുറത്തൊരു മാർക്കറ്റ് പോലെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ട്രാഫിക് ബ്ലോക്ക് കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തരത്തിന് ഇപ്പുറം കടന്നു കേട്ടോ. കടന്നിങ്ങനെ വരുമ്പോൾ ഇവിടെയും ഈ പൂവും പഴങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ വ്യാപാരം. സ്ത്രീകളടക്കം ഇവിടെ അതിൻ്റെ വ്യാപാരക്കാരാണ്. ഇതൊരു സ്ട്രീറ്റാണ്. സ്ട്രീറ്റിന് അങ്ങോട്ട് പോയാൽ കുറേ കാഴ്ചകളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോരാന്ന് വിചാരിക്കുകയാണ്. എന്തുമാത്രം ഫ്രൂട്ട്സാണ് നോക്കി. ഫ്രൂട്ട്സ്, പഴങ്ങൾ പലതരം. ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണാവുന്നത്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചേക്കാന്ന് വെച്ചാൽ അന്ന് ചായ അടിക്കുന്നതാണ്. ഇവിടെ കുറേ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അതൊന്നും വാങ്ങിക്കുന്നില്ല. അതൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ കമ്പത്തെയും നമ്മൾ ഇങ്ങോട്ട് കട്ടപ്പനയിൽ കയറി വന്ന ആ ഒരു കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടിഷ്ടപ്പെട്ടാലേ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ വില്ലേജ് കാഴ്ചകളിലേക്കൊന്നും നമ്മൾ പോയില്ല. ടൗണിൻ്റെ ആ ഒരു ട്രാവൽ വ്ലോഗൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം. ഇവിടെ തിരക്ക് കാരണം തട്ടി നമുക്ക് നടക്കാനും പറ്റില്ല ടൗണിൽ കൂടെ. ഓക്കെ, താങ്ക് യു.